പാഠം 905 പിടക്കോഴി കൂവുന്ന കാലം. കേരള സമൂഹത്തിൽ സ്ത്രീകളുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നു. വിവിധ അധികാര സ്ഥാനങ്ങളിൽ സ്ത്രീകൾ എത്തിയതോടെ സാമൂഹ്യ രംഗം ചടുലമാവുകയാണ് എന്ന് പഠനങ്ങൾ കാണിക്കുന്നു. കുടുംബങ്ങളിലും സ്ത്രീകൾ അവരുടെ മേൽക്കൈ ഉറപ്പിച്ചു വരികയാണ്. വെറുതെ പത്രത്തിൽ എഴുതാൻ കൊള്ളാം. കേരളത്തിലെ 6 ജില്ലകളിൽ വനിതാ കളക്ടർമാർ. സെക്രട്ടേറിയറ്റിലെ പ്രധാന തസ്തികകളിലും പോലീസിലും സ്ത്രീകൾ മേധാവിത്വം ഉറപ്പിക്കുകയാണ്. എന്താണ് മണിയത്തിനായി ചായയുടെ? ആ, ഇന്ന് ചായ കുടിക്കും. മനസ്സിലായില്ല. മോഹനേട്ടൻ എന്നെ പറ്റി എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? ഒരു തർക്കം ഉണ്ടാവും ജയിക്കാനായിട്ട് എന്തേലുമൊക്കെ അങ്ങ് പറഞ്ഞിട്ട് പിന്നെ അതങ്ങ് മറന്നു കളയുന്ന ആളാണ് ഞാനെന്ന് മോഹനേട്ടൻ തോന്നണുണ്ടോ? എനിക്കത് മനസ്സിലായില്ല. ഇന്നു മുതൽ ഈ വീട്ടിലെ കാര്യങ്ങൾ പഴയതുപോലെയല്ല എന്ന് ഇന്നലെ ഞാൻ തീർത്തും പറഞ്ഞതാണ്. അത് തമാശയായിട്ടാണോ മോഹനേട്ടൻ കരുതിയിരിക്കുന്നത്? ഞാൻ ഇന്നലെ പറഞ്ഞതെല്ലാം മോഹനേട്ടൻ ഓർമ്മയുണ്ടല്ലോ. അതിന്ന് ഒരടി പോലും ഞാൻ പിന്നോട്ടില്ല. ഇന്നു മുതൽ കാര്യങ്ങളെല്ലാം അങ്ങ് മാറുകയാണ്. അതെ, എത്ര നേരമായിട്ട് ഞാൻ വിളിച്ചോണ്ടിരിക്കുക. മോഹനേട്ടൻ എന്താ ചെവി കേൾക്കുന്നില്ലേ? എന്താ കാര്യം? ആ ഗ്യാസ് കുറ്റി ഒന്ന് മാറ്റി വെച്ചതാ. വാ. എനിക്കറിയാമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. മോഹനേട്ടൻ ഇവിടെ ചുമ്മാ പത്രം വായിച്ചോണ്ടിരിക്കല്ലേ? അപ്പൊ വന്ന് എന്നെ ഒന്ന് സഹായിച്ചാലെന്താ? ഞാൻ നിന്റെ ഭർത്താവാണ്, വേലക്കാരനല്ല. അതുകൊണ്ടെന്താ? ഭാര്യ ചെയ്യേണ്ട കാര്യങ്ങൾ ഭാര്യ തന്നെ ചെയ്യണം. അതിന് ദേവിയത് എന്നെ ശല്യപ്പെടുത്തരുത്. ഓ, എങ്കിൽ ഞാൻ എന്റെ തീരുമാനം പറയാം. ഇവിടുത്തെ ജോലികളിൽ മോഹനേട്ടൻ എന്നെ സഹായിക്കാൻ തയ്യാറല്ല എങ്കിൽ ഞാൻ മോഹനേട്ടന് വേണ്ടി ഇനി ഒന്നും ചെയ്തു തരില്ല. അല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. എനിക്ക് ഈ വീട്ടിലെ അടിമപ്പണി ചെയ്യേണ്ട കാര്യമില്ല. നാളെ മുതൽ മോഹനേട്ടൻ എന്നെ സകല കാര്യങ്ങൾ സഹായിച്ചേ പറ്റൂ. അതിന് വയ്യാന്നുണ്ടെങ്കില് ഞാൻ ഇറങ്ങി എന്റെ പാട്ടിന് പോകും. ഒറ്റയ്ക്ക് കഴിയാനുള്ള വരുമാനമൊക്കെ എനിക്കുണ്ട്. നാളെ മുതൽ രാവിലെ ചായ മോഹനേട്ടൻ ഉണ്ടാക്കിയാൽ കഴിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കും. ചായ ഉണ്ടാക്കിയില്ലെങ്കിൽ ചായയും കുടിക്കില്ല, കഴിക്കാനും ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഷർട്ട് തേക്കാൻ മോഹനേട്ടൻ അറിയാത്തതുകൊണ്ട് ഞാനത് തേച്ചു തരാം. പക്ഷേ അലക്കാൻ എന്നെ കിട്ടൂല. എന്റെ ഡ്രസ്സ് ഞാൻ അലക്കും. മോഹനേട്ടൻ്റെത് മോഹനേട്ടൻ തന്നെ അലക്കോളാം. വീടും അടുക്കളയൊക്കെ ഞാൻ തൂത്തുവരിക്കോളാം. പക്ഷെ പാത്രം അത് മോഹനേട്ടൻ തന്നെ കഴുകണം. നടക്കോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം മോഹനേട്ടാ. നാളെ മുതൽ ഒരാഴ്ച മോഹനേട്ടൻ ഇത്രയും കാര്യം ചെയ്തില്ലെങ്കിൽ ഞാൻ 8ാം ദിവസം ഇവിടുന്ന് ഇറങ്ങിപ്പോയിരിക്കും. ഇത് സാധാരണ പറയുന്ന പോലെയല്ല. ഞാൻ വളരെ സീരിയസ് ആണ്. അപ്പൊ അവളത് കാര്യമായിട്ട് പറഞ്ഞാണല്ലേ? എന്താ നിന്റെ ഉദ്ദേശം? എന്താ മോനേട്ടാ? ഇന്നലെ നീ പറഞ്ഞ കാര്യങ്ങൾ വല്ലതും നടക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അത് ഉറപ്പായിട്ട് നടക്കും മോഹനേട്ടാ. ഞാൻ പറയുന്ന പോലെ നടന്നില്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്നും ഞാൻ മോഹനേട്ടൻ ഇന്നലെ പറഞ്ഞതാണ്. ഇത്തവണ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ സത്യഭാമ തയ്യാറല്ല. ഇവിടുത്തെ ഒരു പണിയും ഞാൻ ചെയ്യില്ല. ഇനി പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാനാണ് മോഹനേട്ടന്റെ മനസ്സിലിരിപ്പെങ്കിൽ അത് മോഹനേട്ടൻ ചെയ്തു. പക്ഷെ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാനൂടെ തയ്യാറാവണം. ഇത്തവണ ഒരു ഒത്തുതീർപ്പിനും ഞാൻ തയ്യാറല്ല. പാലിതിലിരിപ്പുണ്ട്. ചായപ്പൊടി, പഞ്ചസാര, പാത്രം, സ്റ്റൗ, ലൈറ്റർ എല്ലാം റെഡിയാണ്. ഒരു ചായ ഉണ്ടാക്കി ഐശ്വര്യമായിട്ട് ജോലി തുടങ്ങിയട്ടെ. നോക്കിക്കൊണ്ട് നിൽക്കണ്ട, മുന്നിൽ വേറെ വഴികളൊന്നുമില്ല.
ആ മോഹനന്റെ ഷർട്ട് കൊണ്ടുപോയത് 3-4 ഇത്തവണ ഞാൻ അത് സോപ്പിൽ മുക്കി വെച്ചിട്ടുണ്ട്. മോഹനന്റെ അടുത്ത് അലക്കിയാൽ മതി. ആ പക്ഷെ ഇനി അങ്ങോട്ട് ഈ സൗകര്യവും ഉണ്ടാവില്ല. ഷർട്ട് മുണ്ടും എടുത്തുകൊണ്ട് വന്ന് സോപ്പിൽ മുക്കി വെച്ച് തനി എടുത്തു വെച്ച് അലക്കണം. ഞാനൊരു വില്ലേജ് ഓഫീസറാണ്. അയ്യോ അതുകൊണ്ട് എന്താണ്? എനിക്ക് വീട്ടിൽ വരേണ്ട കാര്യമില്ല. ഇത് വീട്ടു ജോലിയല്ലല്ലോ മോഹനട്ടാ. എന്റെ ഡ്രസ്സ് ഞാൻ തന്നെ കഴുകിയിട്ടിട്ടുണ്ട്. ഇനി മോഹനയുടെ ഷർട്ട് മുണ്ട് മോഹനട്ടം കഴുകണം. ഇതെങ്ങനെയാ വീട്ടു ജോലി ആവണത്? ഞാൻ നിന്റെ ഭർത്താവാണ്. അയ്യോ ഭാര്യ തുണി അലക്കണം, ഭർത്താവ് അതൊക്കെ ഇട്ട് യോഗ്യനായിട്ട് ആഫീസിൽ പോകണം എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. മോഹനേട്ട ഈ കളി സീരിയസ് ആണ്. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ വിഷയത്തിൽ ഒരു ചർച്ചയില്ല, പ്രവൃത്തി മാത്രമേ ഉള്ളൂ. എന്താ വേണ്ടതെന്ന് മോഹനേട്ടന് തീരുമാനിക്കാം. ഓക്കെ? കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നടക്കണം. ഇല്ലെങ്കിലേ 8-ാം ദിവസം ഞാൻ ഇറങ്ങി എന്റെ പാട്ടിന് പോകും. ഹലോ, ഉത്തമനാണ്. ആ താമരാടി ചേട്ടാ, ഞാൻ വക്കീലിനെ കാണാൻ പോകുന്നേ ഉള്ളൂ. ആ അതെ 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 അതെ, ഒരു 15 മിനിറ്റിനകം ഞാൻ വക്കീലിന്റെ വീട്ടിലെത്തും. കണ്ട് സംസാരിച്ചതിന് ശേഷം വിളിക്കാം. ഓ ശരി 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 ശരി. ഒരു കാര്യം ഏറ്റെന്ന് കരുതി നേരം വെളുത്തപ്പം മുതൽ വിളി തുടങ്ങിയതാണ്. എവനൊക്കെ വേറെ ജോലിയില്ലേ? കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തും കലാ സാംസ്കാരിക രംഗത്തുമെല്ലാം സ്ത്രീ പ്രാതിനിധ്യം കൂടി വരുന്നു. ഇപ്പോഴത്തെ രീതിയിൽ മുന്നോട്ടു പോയാൽ 20 കൊല്ലം കഴിയുമ്പോൾ സുപ്രധാന സ്ഥാനങ്ങളിലെല്ലാം സ്ത്രീ മേൽക്കോയ്മ രൂപം കൊള്ളുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സ്ത്രീകൾക്ക് മേൽക്കൈയുള്ള ഒരു സമൂഹത്തില് അടിസ്ഥാന പ്രശ്നങ്ങൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനാകുമെന്ന് വിദഗ്ധർ പറയുന്നു. ആഹാ, ചായ ഉണ്ടാക്കിയല്ലോ. ഇവിടെ ഇരിക്കും മോനട്ടാ. ഓ ഇത്ര തുളുമ്പി കൊണ്ടുവരണ്ടായിരുന്നു. മോഹനട്ടൻ ചായ കുടിച്ചോ? മോഹനട്ടൻ കുടിക്കുന്നതിന് മുന്നേ ഞാനിത് കുടിക്കുന്നത് റിസ്ക് അല്ലേ മോഹനട്ടാ? ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഈ കൈ കൊണ്ട് ഒരു ചായ ഉണ്ടാക്കുന്നത്. എന്തായാലും ഒന്ന് കുടിച്ചു നോക്കാം. ഇതിലൊന്നും കറക്കിയിട്ടില്ലല്ലോ. അത് കുഴപ്പമില്ല. വേറൊന്നുമില്ലല്ലോ. സോപ്പ് പൊടി, ഉപ്പ്, ഉറുമ്പൊടി അങ്ങനെയൊന്നും. തരക്കേടില്ല, പക്ഷെ കുറച്ചുകൂടെ നന്നാക്കാൻ വരുന്നു. സാരമില്ല, ഇത് ആദ്യ ശ്രമമല്ലേ. ഒരാഴ്ച തുടർച്ചയായിട്ട് ചെയ്ത് കഴിയുമ്പോൾ മോഹനട്ടൻ ഒരു ഗംഭീര പാചകക്കാരനാവും. ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാണ്? പാത്രം കഴുകി വെക്കാനുണ്ട്, തുണി അലക്കി വെക്കാനുണ്ട്. ഇത് രണ്ടും കഴിഞ്ഞ് കുളിച്ച് റെഡിയായി 9-9:30 ആകുമ്പോ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ളതല്ലേ. താമസിക്കാതെ വേഗം അടുത്ത ജോലിയിലേക്ക് കടന്നോളൂ. പൊക്കോളൂ പൊക്കോളൂ പൊക്കോളൂ. വക്കീലേ നമസ്കാരം. ഞാൻ വക്കീലിനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇപ്പൊ ഇവിടെ നടക്കുന്ന കാര്യം വല്ല നീ ഉത്തമനോട് പറഞ്ഞ നീ വിവരം അറിയും. പിന്നെ ഞാൻ ഒന്നും ചെയ്യുന്ന പ്രശ്നമില്ല. ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടക്കും. 7 ദിവസത്തേക്ക് ഒരു രക്ഷയില്ല മോനട്ട. നമസ്കാരം സാർ. നമസ്കാരം. എന്താണ് വക്കീൽ സാർ വലിയ ഗൗരവത്തിലാണല്ലോ? അങ്ങനെ ആവുമല്ലോ. ഉത്തമ, ഈ ചായ ഉണ്ടാക്കിയത് ആരാണെന്നറിയാമോ? വക്കീലല്ല പിന്നെ ആര്? മോഹനട്ടൻ. പിന്നെ സാറാ? ഞാൻ വിശ്വസിക്കൂല. വിശ്വസിക്കണം ഉത്തമ. ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇന്നു മുതൽ മാറിയിരിക്കുകയാണ്.
ചായ ഉണ്ടാക്കുന്നതും പാത്രം കഴുകുന്നതും ആരാ? മോഹനേട്ടൻ. ഷർട്ട് മുണ്ട് വിലക്കുന്നത് ആരാ? മോഹനേട്ടൻ. എങ്ങനെയുണ്ട്? പിന്നെ സൂര്യ പടിഞ്ഞാറ് ഉദിച്ചു എന്ന് വക്കീല് പറഞ്ഞ ഞാൻ വിശ്വസിക്കും. പക്ഷെ ഈ പറഞ്ഞത് ഞാൻ വിശ്വസിക്കൂല. നേരിട്ട് കണ്ടേ വിശ്വസിക്കാമോ? ഉത്തമൻ നേരെ അടുക്കളയിലേക്ക് പൊയ്ക്കോളൂ. അപ്പൊ കാണാം മഹാത്ഭുതം. വക്കീൽ എന്തൊക്കെ പറയുന്നേ? വില്ലേജ് ഓഫീസറെ ഓരോ ഇഞ്ചായിട്ട് ഞാൻ മര്യാദ പഠിപ്പിച്ചോണ്ടിരിക്കാം. ഉത്തമൻ നേരെ അടുക്കളയിലേക്ക് പൊയ്ക്കോളൂ. അപ്പൊ കാണാം. ചെല്ല്, ഞാനല്ലേ പറയണേ. പിന്നല്ലേ. സാറേ, സാറേ, സാറ് പുറത്തു പോയി. ഇത് ഞാനല്ല. സാറേ, 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 കണ്ണുണ്ടല്ലോ, അത് നോക്കിയതാ. ഇതെന്ത് പറ്റി സാറേ? എന്ത്? അല്ല, സാറ് പാത്രം കഴുകുന്ന? എന്റെ വീട്ടിലെ പാത്രം ഞാൻ കഴിയാത്ത കുഴപ്പം? അല്ല, പ്രശ്നമൊന്നുമില്ല. സാർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ഇത്തരം ജോലികളൊക്കെ നല്ല ഭംഗിയായിട്ട് അറിയാന്ന് പറഞ്ഞപ്പോ മാമ ഒന്നും സമ്മതിച്ചിരുന്നില്ല. അവള് ധരിച്ചിരിക്കുന്നതേ അടുക്കള ജോലിയൊക്കെ അവൾക്ക് മാത്രം അറിയാവുന്ന സാധാരണ മാറ്റമില്ല. നമുക്ക് എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ച. അത് ശരി. അപ്പൊ അതാണ് പ്രശ്നം. ഞാൻ കരുതി എന്തെങ്കിലും പറഞ്ഞു പേടിപ്പിച്ച് വക്കീല് സാറിനെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിക്കുകയാണെന്ന്. അതിനോട് 10 ജന്മം ജനിക്കണം. അങ്ങനെ ഭാര്യ വെട്ടിയാളൊന്നും പേടിക്കുന്നതിനല്ല ഈ കെ മോഹൻ സാറെന്നുള്ള കാര്യം ഉദവൻ അറിഞ്ഞൂടെ? അപ്പൊ പിന്നെ സാറിന്റെ അടുക്കള ജോലി നടക്കട്ടെ. ഇതാ പോയി എല്ലാം കൂടെ നടക്കട്ടെ. ഞാൻ അങ്ങോട്ട് പോവേണേ സാറേ. എന്തോ കുരിശാണ്. എന്ത് സാറേ? ഉത്തവന് പാത്രം കഴിവ് അറിയാമോ? പിന്നെ എനിക്കറിയാം. ഞാൻ വീട്ടിൽ ഇടയ്ക്ക് ചെയ്യാറുണ്ട് സാറേ. എന്തോ പക്ഷെ എനിക്ക് വിശ്വാസമില്ല. സത്യമാണ് സാറേ, ഞാൻ കഴിവും. വൃത്തിയായിട്ട് കഴിവും. എന്തോ എനിക്ക് വിശ്വാസമില്ല. ഉത്തമ ഒന്ന് കൈ കാണിച്ച് നോക്കട്ടെ. ഉത്തമ കഴിയുന്ന സാറിന് കണ്ടു. ഇതൊക്കെ അറിയാമോ? കാണണല്ലോ. എന്തെന്നറിയാ സാറേ, ഇപ്പൊ അതിനുള്ള നേരമില്ല. എനിക്ക് കൃത്യം 9 മണിക്ക് ഗോപാല കുട്ടിച്ചേട്ടന്റെ വീട്ടിലെത്തണം. എത്തിയില്ലെങ്കിലേ അങ്ങേരെ മുഖം ഉമ്മനെ ഇരിക്കും. ഞാൻ ഇനിയൊരു ദിവസം സമയം കിട്ടുമ്പോ ഇവിടെ വന്ന് പാത്രം കഴുകി ഞാൻ എന്റെ കഴിവ് തെളിയിക്കാം. പക്ഷെ എനിക്കിപ്പോ പോയേ പറ്റും. വരട്ടെ സാറേ. ശരി, ഇനി വിളിക്കല്ലേ പിറകെ. എന്തെങ്കിലും ആവശ്യത്തിന് വിലപിച്ചേക്ക് വാ. ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഈ വീട്ടിൽ ഇത്രയും സാധനങ്ങൾ ഒരാവശ്യമില്ല. എന്നാലും ഇതെനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോഹനേഷ് സാറിന് അങ്ങനെയുള്ള മാറ്റം ഉണ്ടാവോ? വക്കീൽ എന്തായാലും വെറുതെ വിളിച്ച് പറയില്ലല്ലോ കാഞ്ഞന സാറേ. വക്കീല് പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ കളഞ്ഞിട്ട് പോവെന്ന് പറഞ്ഞപ്പോ പേടിച്ചിട്ടുണ്ടാവും. ഏയ്, വക്കീല് പോകുമെന്ന് പറഞ്ഞാൽ സാറ് പേടിക്കുന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷേ വക്കീൽ അങ്ങനെ പറയോ? എന്തൊക്കെ തർക്കങ്ങളുണ്ടെങ്കിലും അവര് തമ്മിൽ ഭയങ്കര സ്നേഹമല്ലേ?
സഖിയായിട്ട് പോകുമ്പോ ആരായാലും അങ്ങനെയൊക്കെ ചെയ്തു പോവും. ഇത്രയും കാലം സഹിച്ച് വക്കീലും മടുത്തിട്ടുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. ആഹാ, രാവിലെ ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കുക, ജോലി തന്നെ ചെയ്തൂടെ? വെറുതെ സംസാരിച്ച് സമയം കളയാനല്ല സർക്കാർ നിങ്ങൾക്ക് മാസാമാസം ശമ്പളം എണ്ണി തരുന്നത്. സാർ, സാറാണോ ഇന്ന് വീട്ടില് ചായ ഉണ്ടാക്കിയത്? ഉം. സാർ, സാറിന്റെ ഷർട്ടും മുണ്ടും കഴുകിയത് സാറാണല്ലേ? ഈശ്വരാ. വക്കീല് വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങള് വിശ്വസിച്ചില്ല. അവള് വിളിച്ച് പറഞ്ഞു. എന്തായാലും വക്കീലിന്റെ വിരട്ടേറ്റല്ലേ? എല്ലാം വിളിച്ച് പറഞ്ഞവൾ ദുഷ്ടം, കഷ്ടം. ഞാനിനി എങ്ങനെ ഇവരെ മുഖത്ത് നോക്കും? സർ, എന്തായാലും വീട്ടിലെ കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു മാറ്റം വന്ന നിലയ്ക്ക് ആപ്പീസിലും മാറ്റം വരണം. ഇനി അങ്ങോട്ട് ഞങ്ങൾ ചില തീരുമാനത്തില. എന്ത് തീരുമാനം? വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ ബാക്കി സർക്കാർ ഓഫീസ് പോലെ ആകണം ഇതും. സാറിന്റെ പട്ടാളച്ചിട്ട ഇനി ഇവിടെ നടക്കില്ല. ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വന്ന ഞങ്ങൾ ഇനി സമ്മതിച്ച് തരില്ല. ഇത് ഞങ്ങളുടെ കൂട്ടായ തീരുമാനമാണ് സാറേ. സാർ ഇത് സമ്മതിച്ചേ പറ്റൂ. പൂച്ചയ്ക്കാര് മണികെട്ടൊന്നും ആയിരുന്നല്ലോ ഇതുവരെ ചോദ്യം. ഇപ്പൊ പൂച്ചയ്ക്ക് വക്കീല് മണി കെട്ടിയിരിക്കുന്നു. ഹലോ, ആ വിദ്യ, നീ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. മോഹനേട്ടൻ വന്നിട്ടില്ല. എന്നും 5:15 വരുന്നതാ. ഇന്നിപ്പോ 5:30 കാണുന്നില്ല. ആ, മോഹനേട്ടൻ വന്ന് ചായ ഉണ്ടാക്കാതെ ഞാനും അടുക്കള കയറാൻ പോകുന്നില്ല. ഇത്തവണ വില്ലേജ് ആഫീസറെ ഒന്ന് മര്യാദ പഠിപ്പിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. ശരി, ഞാൻ നിന്നെ രാത്രി വിളിക്കാം. അപ്പോഴേക്കും ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടാവും പറയാൻ. ശരി. ഇതെന്താ താമസത്? മണി 5:30 മോനട്ടാ. ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയ്ക്ക് ഒരു ചായ കുടിച്ചു. ഇവിടെ ചായ ഉണ്ടാക്കില്ലല്ലോ. അത് കൊള്ളാലോ. ചായ ഉണ്ടാക്കുന്ന ഉത്തരവാദിത്തം മോഹനേട്ടന്റെ അല്ലേ? മോഹനേട്ടൻ വന്ന് ചായ ഉണ്ടാക്കുന്ന ഒരു ഞാൻ ഇത്ര നേരം ചായ കുടിക്കാതെ കാത്തിരുന്നു. മോഹനേട്ടൻ നല്ല മിടുക്കനായ കൃഷ്ണൻകുട്ടിയുടെ ചായക്കട കയറി ചായ കുടിച്ചു. കൊള്ളാം. നീന്തിനാ വില്ലേജ് ഓഫീസറെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ വിളമ്പാൻ പോയത്? ഇനി അവരാരെങ്കിലും എന്നെ ഭാവിക്കോ? അത് കൊള്ളാം. വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇടപാട് നോക്കിയിട്ടാണോ ആഫീസിൽ കീഴുദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥർ അനുസരിക്കുന്നത്? ആ, ഇനിന്ന് സമയം കളയാതെ പോയി ചായ ഉണ്ടാക്കും നോക്ക്. ഞാൻ കുടിച്ചെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ മോഹനേട്ടൻ മാത്രം കുടിച്ചാ മതിയോ? ദേ, മര്യാദക്ക് എനിക്ക് ചായ ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഇന്ന് അത്താഴ പട്ടറി മോനോടെ കിടക്കേണ്ടി വരും. ഞാൻ എനിക്കുള്ളത് മാത്രം ഉണ്ടാക്കി കഴിക്കും. അയ്യോ. സ്വപ്നമായിരുന്നു. ബാബയുടെ ബാബേ. ആഹാ, എഴുന്നേറ്റോ? ഇത് എന്തൊരു ഉറക്കായിരുന്നു. ഞാൻ 1-2 പ്രാവശ്യം വന്ന് വിളിച്ചു. ഉറക്കത്തിൽ എന്തോ പറഞ്ഞങ്ങ് തിരിഞ്ഞു കിടക്കുന്നു കണ്ടു. എന്തുറ്റി? എന്തോ ഒരു സ്വപ്നം കണ്ട ഉറങ്ങിപ്പോയി. എന്ത് സ്വപ്നം? അത് അങ്ങനെയൊന്നുമില്ല, ഒരു സ്വപ്നം.
അയ്യോ ചായ തണുത്തുപോയി. മോഹനോട് പോയിട്ട് പല്ല് തേച്ചിട്ട് വാ. അപ്പോഴേക്ക് ഞാൻ വേറൊരു ചായ എടുക്കാം. നീ ചായ ഉണ്ടാക്കോ? ചായ ഉണ്ടാക്കുമെന്നു? ഞാനല്ലേ എന്നും ചായ ഉണ്ടാക്കുന്നേ. അല്ല, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ബാമേ, പിന്നെ ഓ, എന്റെ സഹായം വല്ലതും വേണോ? എന്തിന്? ഈ അടുക്കളയിൽ നീ ഒറ്റയ്ക്കാണല്ലോ എല്ലാ ജോലിയും ചെയ്യുന്നത്. നിന്നെ ചെറുതായിട്ടും സഹായിച്ചാലോ? രാവിലെ ഇത് എന്ത് പറ്റി? ഉറക്കം ശരിക്കും അങ്ങ് പോയില്ലെന്ന് തോന്നുന്നു. ഉറക്കമൊക്കെ പോയി. പക്ഷേ ഒന്നുമില്ല. ആ, അപ്പൊ ചായ നീ ഉണ്ടാക്കുമല്ലേ? ഉറപ്പല്ലേ? അല്ല, നീ ഇന്നലെ പറഞ്ഞില്ലേ ചായ ഞാൻ ഉണ്ടാക്കണമെന്ന് 7 ദിവസത്തേക്ക്. ഇല്ലേ നീ ഇറങ്ങിപ്പോന്നൊക്കെ. ആ, അതോ? അതന്നേരത്തെ ഒരു വാശിക്ക് ഞാൻ പറഞ്ഞതല്ലേ. കാര്യം പറഞ്ഞാ മോഹനന്റെ ചായ ഉണ്ടാക്കുന്നൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യാ. പക്ഷെ ഞാനത് എന്ത് വിശ്വസിച്ചു കുടിക്കും? അതുപോലെ തന്നെ തുണി അലക്കുന്ന കാര്യം. മോഹനേട്ടൻ അലക്കിയിട്ട് വൃത്തിയായില്ലെങ്കിൽ എന്റെ പേരിലെ പോണത്. മോഹനേട്ടൻ ഇങ്ങനെ ലാളിച്ച് വഷളാക്കി സുന്ദര കുട്ടപ്പനായി കൊണ്ടു നടക്കേണ്ടത് എന്റെ ഒരു ഉത്തരവാദിത്തമായി പോയില്ലേ? പേടി തട്ടിക്കഴിഞ്ഞാൽ ഏത് കൊമ്പത്തെ വില്ലേജ് ഓഫീസർ മര്യാദ പഠിക്കും എന്നതാണ് സത്യം. ഭാര്യയുടെ ഭീഷണിയിൽ ഭയന്ന് വീട്ടുജോലി ചെയ്യാൻ മോഹനകൃഷ്ണൻ തീരുമാനിക്കുമെന്ന പ്രതീക്ഷയില്ലെങ്കിലും ആണുങ്ങളെ വരച്ച വരയിൽ നിർത്താൻ പെണ്ണുങ്ങൾക്കാവുമെന്ന സൂചന നൽകി ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു. ഉപദേശിക്കുക എന്നത് വളരെ എളുപ്പമാണ്.